അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പള്ളിയിലെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വരുന്ന മഅ്മൂം വൈകിപ്പോയാൽ ഇമാം ഒന്നാമത്തെ തക്ബീറൊക്കെ കഴിഞ്ഞ് ഫാത്തിഹയും കഴിഞ്ഞ് രണ്ടാമത്തെ തക്ബീർ കെട്ടിയാൽ മഅ്മൂം എങ്ങനെയാണ് നിസ്കാരത്തിൽ തുടരേണ്ടത്? ഷാഫിഈ മദ്ഹബ് പ്രകാരം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, മഅ്മൂം വരുമ്പോൾ ഇമാം രണ്ടാം തക്ബീർ കെട്ടിയിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയെങ്കിൽ മഅ്മൂം ഒന്നാമത്തെ തക്ബീർ കെട്ടിയിട്ട് ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. അല്ലാതെ ഇമാമിൻ്റെ തർത്തീബ് പോലെ പാലിക്കുകയല്ല വേണ്ടത്. സ്വന്തം ക്രമത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ് വേണ്ടത്. അപ്പോൾ മഅ്മൂം ഒന്നാമത്തെ തക്ബീറത്തിന് ശേഷം ഫാത്തിഹ ഓതുകയാണ്. ശേഷം ഇമാം കെട്ടുന്നത് മൂന്നാമത്തെ തക്ബീറാണ്. അതിനുശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് ഇമാം ദുആ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ മഅ്മൂം രണ്ടാമത്തെ തക്ബീർ കെട്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുകയാണ് വേണ്ടത്. ചിലർ മയ്യിത്ത് നിസ്കാരത്തിന് വൈകി പങ്കെടുക്കുമ്പോൾ ഇമാമിനോടൊപ്പം തുടർന്ന് ഇമാമിൻ്റെ ക്രമപ്രകാരമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഇമാം സലാം വീട്ടുമ്പോൾ മഅ്മൂമും അതോടൊപ്പം സലാം വീട്ടുന്ന രംഗങ്ങളാണ് കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇമാമിൻ്റെ ക്രമപ്രകാരത്തിൽ പോകുമ്പോൾ മഅ്മൂമിൻ്റെ ക്രമപ്രകാരം ഫാത്തിഹയും പിന്നീട് സലാത്തും പിന്നീട് ദുആഉം ഒക്കെയാണ് ചെയ്യേണ്ടത്. ഇനി ഇമാം സലാം വീട്ടിയാൽ മഅ്മൂം അടുത്ത തക്ബീർ സ്വന്തമായി കെട്ടണം. എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് തുടങ്ങുന്ന ദുആ ചൊല്ലണം. പിന്നെയും മഅ്മൂം സ്വന്തമായി തക്ബീർ കെട്ടണം. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു എന്ന ദുആ ചെയ്യണം. ശേഷം മഅ്മൂം സ്വന്തമായി സലാം വീട്ടുകയും ചെയ്യേണ്ടതാണ്. ഇപ്രകാരമാണ് വൈകി വരുന്ന മഅ്മൂമുകൾ മയ്യിത്ത് നിസ്കരിക്കേണ്ടത്. സാധാരണ ളുഹ്ർ അസ്ർ നിസ്കാരങ്ങളിലൊക്കെ വൈകി വരുന്ന മഅ്മൂമുകൾ ഇമാമിൻ്റെ സലാമിന് ശേഷം സലാം വീട്ടിയതിന് ശേഷം എന്താണ് മഅ്മൂം ചെയ്യേണ്ടത് എന്ന സാധാരണ ബോധമുണ്ടാകും. എന്നാൽ മയ്യിത്ത് നിസ്കാരത്തിൽ വൈകിയെത്തുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിയാതെ വരുന്നു. എന്നാൽ കാര്യങ്ങൾ മഅ്മൂമിൻ്റെ സ്വന്തം ക്രമപ്രകാരമാണ് നീക്കേണ്ടത്.